നമസ്കാരം. എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് 120 വർഷം ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു 100 വയസ്സ് വരെ എങ്കിലും ജീവിച്ചിരിക്കുന്നവർ വളരെ കുറവാണ്. നല്ല ആരോഗ്യസ്ഥിതിയും ധനവും ഉണ്ടെങ്കിൽ ഒരുപാട് കാലം ജീവിക്കണം എന്ന് തന്നെയായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ ആരോഗ്യവും ധനവും ആയുസ്സും എല്ലാം കൂടി ഒത്തുവരണമെന്നില്ല. ജ്യോതിഷപ്രകാരം 32 വയസ്സ് വരെ ജീവിക്കുന്നവർ അല്പായുസ്സെന്നും 75 വയസ്സ് വരെ ജീവിക്കുന്നവർ മധ്യായുസ്സെന്നും 75 വയസ്സിന് ശേഷവും ജീവിക്കുന്നവർ ദീർഘായുസ്സുള്ളവർ എന്നും പറയുന്നു. ഇങ്ങനെ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവരുടെ അല്ലെങ്കിൽ ഒരാൾക്ക് ദീർഘായുസ്സുണ്ടോ എന്ന് ഗ്രഹനിലയിൽ നിന്നും എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദീർഘായുർ യോഗവുമായി ബന്ധപ്പെട്ട് കുറേ അധികം യോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതിൽ 6 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് പാപയോഗം, പാപദൃഷ്ടി ഇവ കൂടാതെ ഗുരുശുക്രന്മാർ അതിബലവാന്മാരായി ലഗ്നകേന്ദ്രത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. രവി, കുജൻ, ശനി എന്നീ ഗ്രഹങ്ങളാണ് പാപഗ്രഹങ്ങളായി കണക്കാക്കിയിരിക്കുന്നത്. ഗ്രഹങ്ങളുടെ പാപയോഗം, പാപദൃഷ്ടി, നീചസ്ഥിതി ഇവയെല്ലാം നോക്കിയിട്ടാണ് ഒരു ഗ്രഹം ബലവാനാണോ എന്ന് മനസ്സിലാക്കുന്നത്. ശുഭഗ്രഹങ്ങളായ ഗുരുവിനും ശുക്രനും രവി, കുജൻ, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുമായി യോഗമോ ഇവരുടെ ദൃഷ്ടിയോ ഉണ്ടാവരുത്. ദൃഷ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രവി, ചന്ദ്രൻ, കുജൻ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി തുടങ്ങി എല്ലാ ഗ്രഹങ്ങൾക്കും അവർ നിൽക്കുന്ന രാശിയിൽ നിന്നും 7ാമത്തെ രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. ഇതിന് സാധാരണ ദൃഷ്ടിയെന്നും പറയും. കൂടാതെ കുജന് 4ലേക്കും 8ലേക്കും, ശനിക്ക് 3ലേക്കും 10ലേക്കും, വ്യാഴത്തിന് 5ലേക്കും 9ലേക്കും ദൃഷ്ടിയുണ്ട്. ഇതിന് വിശേഷ ദൃഷ്ടി എന്നാണ് പറയുന്നത്. ലഗ്നകേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ലഗ്നം, ലഗ്നത്തിൻ്റെ 4, 7, 10 എന്നിവയാണ്. ഇനി രണ്ടാമത്തെ ലക്ഷണത്തെക്കുറിച്ച് പറയാം. ലഗ്നാലും ചന്ദ്രാലും അഷ്ടമത്തിൽ ഗ്രഹങ്ങളില്ലാതിരിക്കുകയും ശുക്രനും വ്യാഴവും ബലവാന്മാരായിരിക്കുകയും ചെയ്താൽ അത് ദീർഘായുർ യോഗലക്ഷണമായി കണക്കാക്കാം. ലഗ്നാലും ചന്ദ്രാലും അഷ്ടമത്തിൽ ഗ്രഹങ്ങളില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ലഗ്നത്തിൻ്റെ 8ാം രാശിയിലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 8ാം രാശിയിലും ഒരു ഗ്രഹവും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അടുത്തത് മൂന്നാമത്തെ ലക്ഷണം. അതിങ്ങനെയാണ്: ബുധശുക്രന്മാർ കേന്ദ്രത്തിൽ നിൽക്കുക. അതായത് ലഗ്നത്തിൻ്റെ 4, 7, 10 എന്നീ ഭാവങ്ങളിലേതിലെങ്കിലും ബുധനും ശുക്രനും വന്നാൽ അതും ദീർഘായുർ ലക്ഷണമാണ്. ഇനി 4ാമത്തെ ലക്ഷണം പറയാം. ബലവാനായ ശനി ലഗ്നത്തിലോ 9ലോ നിൽക്കുകയും ബലവാനായ ചന്ദ്രൻ 9ലോ 12ലോ നിൽക്കുകയും ചെയ്താൽ അത് ദീർഘായുർ ലക്ഷണമായി കരുതാം. ഇനി 5ാമത്തെ ദീർഘായുർ യോഗലക്ഷണം മനസ്സിലാക്കാം. ആയുർകാരകനായ ശനി 8ൽ നിൽക്കുകയോ അഷ്ടമാധിപൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുകയോ ചെയ്താലും
ദീർഘായുസ്സിനെ കൊടുക്കുന്നതാണ്. ഇനി ആറാമത്തെ ലക്ഷണം എന്താണെന്ന് നോക്കാം. ആദിത്യൻ, ചൊവ്വ, ശനി തുടങ്ങിയ പാപഗ്രഹങ്ങൾ ചരരാശിയിലും ശുഭഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും സ്ഥിരരാശികളിലും ചന്ദ്രനും ബുധനും ഉഭയരാശികളിലും നിന്നാൽ അതും ഒരു ദീർഘായുർ ലക്ഷണമാണ്. ചര, സ്ഥിര, ഉഭയരാശികളിൽ മേടം, കർക്കിടകം, തുലാം, മകരം എന്നീ രാശികൾ ചരരാശികളും ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നീ രാശികൾ സ്ഥിരരാശികളും മിഥുനം, കന്നി, ധനു, മീനം എന്നീ രാശികൾ ഉഭയരാശികളുമാണ്. ഇപ്പോൾ ദീർഘായുർ യോഗലക്ഷണവുമായി ബന്ധപ്പെട്ട് 6 ലക്ഷണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.